ആല നാട്ടുവിപണിയുടെ 200ാമത്തെ ചന്തയാണ് ഈ കാണുന്നത്. ഇടനിലക്കാരില്ലാതെ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ ഇടനിലക്കാരില്ലാതെ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് വിൽക്കുന്നു. ഇതായിരുന്നു ഞങ്ങൾ ലക്ഷ്യമാക്കിയിരുന്നത്. അത് ഏകദേശം അന്ന് പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ച സമയത്ത് ഞങ്ങൾ ആല ഫാർമേഴ്സ് ക്ലബ് എന്നൊരു വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ കൂടി ഈ നാട്ടിലെ കൃഷി വർദ്ധിക്കത്തക്ക രീതിയിൽ വ്യാപകമായിട്ട് ഫലവൃക്ഷങ്ങളുടെ തൈകളൊക്കെ ഞങ്ങൾ വിതരണം ചെയ്തു. പച്ചക്കറികളുടെ തൈകൾ വിതരണം ചെയ്തു. ആ തൈകളൊക്കെ വിതരണം ചെയ്ത സമയത്ത് കൃഷി ഇവിടെ വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ആല ഫാർമേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ കൂടി മാത്രമായിട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ആലയിൽ ഒരു നാട്ടുവിപണി ആരംഭിച്ചത്. ഇവിടെയാണ് നാട്ടുവിപണി ആരംഭിച്ചത്. ഞങ്ങളുടെ വിപണിയെയും എന്നെയും ഈ കൂട്ടായ്മയും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് മനോരമയുടെ കർഷകശ്രീയാണ്. കർഷകശ്രീയിൽ വലിയൊരു ആർട്ടിക്കിൾ തന്നെ ഈ വിപണി സംബന്ധമായിട്ടുണ്ടായി. അതിനെ തുടർച്ചയായിട്ട് ഇപ്പോഴും ആ പ്രൊമോഷൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഐഡിയാസ് ലോകത്തോട് പറയാനായിട്ടുള്ള സൗകര്യങ്ങളാണ് മനോരമയുടെ കർഷകശ്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വലിയൊരു മാറ്റം സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കർഷകശ്രീയിൽ ഓരോ പേജിലും ഓരോ സാധ്യത. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.